ഹലോ, ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. ഇന്നലത്തെ എന്ന് പറയുമ്പോഴത്തേനും തേഴ്സ്ഡേയിൽ എൻ്റെ ടേസ്റ്റി ഡിഷസ്, എൻ്റെ ഹോംലി മീൽസ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ, ഒരു ഗ്ലാസ് നല്ല അടിപൊളി പതപ്പിച്ച ഏലക്കാക്കിയിട്ട് നല്ല സൂപ്പർ ചായ. കുറേ ദിവസം കൂടിയിട്ട് ചായ കുടിക്കുന്നതുകൊണ്ട് ചായക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഹെൽത്ത് വൈസ് ഓക്കെ ആയി. ഹെൽത്ത് വൈസ് എന്ന് പറഞ്ഞാൽ ജലദോഷം, കഫക്കെട്ട്, ആ വക കാര്യങ്ങളിൽ നിന്നൊക്കെ ഓക്കെ ആയപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് നൈസ് പത്തിരിയാണ്. അങ്ങനെ ഒരു 3 നൈസ് പത്തിരിയും അതുപോലെ തന്നെ വളരെ സ്പൈസി ആയിട്ടുള്ള കുറച്ച് കുറുകിയ ഗ്രേവിയൊക്കെ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി. ശരിക്കും ബീഫ് എല്ല് കറിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതും ഉദ്ദേശിച്ചതും എല്ലാം. പക്ഷേ എല്ല് വളരെ കുറവാണ്. ബീഫ് ആൻഡ് ബോണാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ കുക്ക് ചെയ്തപ്പോഴും വാങ്ങി നമുക്ക് കയ്യിലേക്ക് കിട്ടിയപ്പോൾ പീസസാണ് കൂടുതൽ. ബോൺസ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് നോക്കണമായിരുന്നു. അങ്ങനെ എന്താണേലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബീഫും എല്ലും കൂടെ ചേരുമ്പോഴത്തേനുള്ള കറി എന്ന് പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് മീറ്റ് മാത്രം ഉള്ളതിനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ബീഫും എല്ലും കൂടിയിട്ടുള്ള കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുമ്പോഴത്തേനും കപ്പ ബിരിയാണി ഉണ്ടാക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമ്മൾ എല്ലും ബീഫും കൂടെ മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ വാങ്ങിക്കുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ ഒരു സിപ്പ് ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് നല്ല ചൂട് ചായ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചായയായിരുന്നു. അത് കുടിച്ചതിന് ശേഷം പത്തിരി, 3 പത്തിരിയുടെ മുകളിലേക്ക് കറി ഒഴിച്ചപ്പോഴത്തേനും പത്തിരി അത്യാവശ്യം കുതിർന്നായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, കുതിർന്ന പത്തിരി ഒക്കെ ചാറിൽ മുക്കി കഴിക്കുകയാണ്. എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട ഫുഡ് രാവിലെ കിട്ടുമ്പോഴത്തേനും ഒരു ഭയങ്കര സന്തോഷമാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് ഓറഞ്ച് എടുത്തു വെച്ചു. അത് ഓരോന്നോരോന്നായിട്ട് പയ്യെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് സാറാക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചോക്ലേറ്റ് തന്നെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തരം ബിസ്ക്കറ്റ് സ്റ്റിക്ക്, പിന്നെ കുറച്ച് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു സംഭവം. അപ്പം അത് സാറാക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സാറാക്ക് അത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് അവൾക്കായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ ജസ്റ്റ് വീഡിയോയിലും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷെയർ ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ബിസ്ക്കറ്റ് സ്റ്റിക്കാണ്. അപ്പോൾ ബിസ്ക്കറ്റ് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ, സ്ട്രോബെറി, അങ്ങനെ പല ഫ്ലേവേഴ്സിൽ ആ ഒരു ഡിപ്പ് കിട്ടും. അങ്ങനെ അതൊരൈറ്റം. അതിനുശേഷം ഞാൻ കുറച്ച് പേരയ്ക്ക, ഇത് കളറ് കുറച്ച് കുറവാണ്, ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. പക്ഷേ ഈ പേരയ്ക്ക അത്യാവശ്യം നല്ല മധുരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്രഷാണ്, വാടിപ്പഴുത്തൊന്നും അല്ല. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഫ്രഷ് പേരയ്ക്കയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടിക്കുമ്പോഴത്തേന് നല്ല ക്രഞ്ചി ആയിട്ട് നല്ല സ്വീറ്റായിട്ടുള്ള പേരയ്ക്ക. പിന്നെ ഉച്ചയ്ക്കിന്ന് ലഞ്ചിന് ചോറായിട്ടൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ രാവിലത്തെ 2-3 പത്തിരി ബാക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ പത്തിരിയും ബീഫും കഴിച്ചു. ഉച്ചയ്ക്കത്തേനും ഒരു 3 പത്തിരി എടുത്തു. 3 പത്തിരി എടുത്തതിന് ശേഷം കുറച്ച് ചിക്കൻ കറി, കുറച്ച് ബീഫ് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്രൂട്ട്സും സ്നാക്സും അതും ഇതുമൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ചോറുണ്ണാനായിട്ടുള്ള ഒരു വിശപ്പില്ല. അതുകൊണ്ട് നമ്മൾ 2-3 പത്തിരി കഴിച്ച് അതിലൊതുക്കുകയാണ്. അപ്പോൾ നല്ല എന്താ പറയുക, ഇനിയിപ്പം രാവിലെ കറിയൊക്കെ കുറച്ച് ചൂടാക്കിയതിരുന്ന് ഇനിയിപ്പം ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റാതെ ഇപ്പം മാക്സിമം നോക്കാറുണ്ട്. ചൂടാക്കിയതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റുന്നത് അത്ര നല്ലതല്ല എന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടാക്കുന്ന അനുസരിച്ച്, എടുക്കുന്ന അനുസരിച്ച് കഴിച്ച് തീർത്ത് അങ്ങ് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പത്തിരിയും ചുട്ട പത്തിരിയും കഴിഞ്ഞിട്ടുണ്ട്, ബീഫ് കറിയും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈവനിങ് ആയപ്പോഴത്തേനും ഇക്ക ഓഫീസ് വിട്ട് വന്നപ്പോഴത്തേനും കുറച്ച്
കുറച്ച് ബോണ്ട, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട കൊണ്ടുവന്നു. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. അതിനുശേഷം ഒരു 6:30-7 മണി, ഒരു വൈകുന്നേര സമയമായപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയ എന്താ പറയുക സ്നാക്ക് മീല്, ഒരു 2 പീസ് ബ്രോസ്റ്റഡ് കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വളരെ ചെറിയ 3 പീസ്, ആ ബോക്സിലുണ്ടായിരുന്നത് 3 പീസും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും വളരെ ചൂടായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ്, കോൾസ്ലോ, പിന്നെന്താ ഒരു മയോണൈസ്, ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും സാറായും കൂടി ഇത് കഴിച്ചു. അപ്പോൾ എന്തോ ഇങ്ങനെ ഇരുന്ന് കുറേ നാളായി നമ്മൾ ബ്രോസ്റ്റ്, ഫ്രൈഡ് ചിക്കൻ ഈ വക ഐറ്റംസൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും ഒരു ബ്രോസ്റ്റ് കഴിക്കാൻ തോന്നി. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് ഒരു സ്വീറ്റ് മാംഗോ എന്ന് പറയുന്ന പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ എന്താണ് ഓരോന്നോരോന്നായിട്ട് ഓരോ ആഴ്ച ഓരോ റെസ്റ്റോറൻറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത് ഈയിടെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഹൈദരാബാദി റെസ്റ്റോറൻറ്റ്. എനിക്കൊന്ന് സ്വീറ്റ് മാംഗോ എന്ന് പറയുന്നത് എനിക്കൊന്ന് അറിയില്ല ഏത് ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ നിന്ന് എന്താണ് ഒരു ബ്രോസ്റ്റ്, മന്തി, കുനാഫ ഒക്കെയുള്ളൊരു റെസ്റ്റോറൻറ്റാണ്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ബ്രോസ്റ്റ് കഴിക്കാൻ തോന്നിയപ്പോൾ വാങ്ങിച്ചു കഴിച്ചു. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രോസ്റ്റ് ആയിരുന്നു. ഉള്ളിൽ നല്ല ജ്യൂസിയാണ് കേട്ടോ, ഡ്രൈ അല്ല. സാധാരണ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഫ്റ്റീരിയാസിനും റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേനും ചീറ്റിപ്പോകാറാണ് പതിവ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രോസ്റ്റിൻ്റെ ഉള്ളെന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ജ്യൂസി ആയിരുന്നു. പിന്നെ കോൾസ്ലോയും എവിടെയോ ഒരു KFCയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോൾസ്ലോ ആയിട്ട് തോന്നി. പക്ഷേ മധുരം, സ്വീറ്റ്നെസ് എവിടെയോ കുറച്ച് മുന്നിൽ നിൽപ്പുണ്ടായിരുന്നു. മയോണൈസും ഓക്കെ ആയിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കോൾസ്ലോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ എല്ലായിടത്തെയും കോൾസ്ലോ ഇഷ്ടപ്പെടാറില്ല. ചില കോൾസ്ലോ എന്നൊക്കെ പറഞ്ഞാൽ വെറും തട്ടിക്കൂട്ടാണ്. ടേസ്റ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ട് അത് കളയാറാണ് പതിവ്. പക്ഷേ ഇവിടുത്തെ ബ്രോസ്റ്റ് ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും എന്താ പറയുക കോൾസ്ലോ ആണെങ്കിലും മയോണൈസ് ആണെങ്കിലും ബ്രോസ്റ്റ് വലിയ കുഴപ്പമില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രോസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ എല്ലാം കഴിച്ചു, ബ്രോസ്റ്റൊക്കെ കഴിച്ചു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് കഴിച്ചത്. ഒരു 9:30-10 ഒക്കെ ആകുമ്പോഴത്തേനുമുള്ള ഡിന്നർ കഴിക്കണമല്ലോ. അപ്പോൾ ഡിന്നർ പ്രിപ്പറേഷൻ, ഇന്ന് ഡിന്നർ ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഡിന്നർ കുറച്ച് ലേറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൊട്ടറ്റോ കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പോലെ മുളക് പൊടി ചേർത്തിട്ടുള്ള പൊട്ടറ്റോ അല്ല, വിത്തൗട്ട് ചില്ലി പൗഡർ ഒരു പൊട്ടറ്റോ കറി, ഒരു പൊട്ടറ്റോ കുറുമ എന്നൊക്കെ പറയാം. അപ്പോൾ കുക്കറിലേക്ക് ഈസി റെസിപ്പിയാണ്, 1 പോട്ട് റെസിപ്പിയാണ്. കുക്കറിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ തന്നെ സവോളയും പിന്നെ വളരെ ചെറിയൊരു പീസ് ടൊമാറ്റോയും ഇട്ട് ഉപ്പും ഇട്ട് വഴറ്റി. എനിക്ക് ഗാർലിക്ക് ഞാൻ ഈ സമയത്താണ് ഇടേണ്ടത്, മിസ്സായിപ്പോയി, അത് വിട്ടു പോയത് കൊണ്ട് പിന്നീട് ഞാൻ ഗാർലിക്ക് ചേർക്കുന്നുണ്ട്. എങ്കിലും ഗാർലിക്കും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് എണ്ണയിലൊന്ന് വഴറ്റണം. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത്. ഗാർലിക്ക് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഈ കറിയിൽ ഗാർലിക്ക് വലിയ നിർബന്ധമില്ല. എനിക്ക് ഗാർലിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ പൊട്ടറ്റോയുടെ കൂടെ ഗാർലിക്കൊക്കെ ഇടുമ്പോഴത്തേനും അതിൻ്റേതായ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നമുക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഗാർലിക്ക് കുഴപ്പമില്ലാതെ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റാണ് ഞാൻ ഗാർലിക്ക് ഓർത്തത്, പെട്ടെന്ന് പൊളിച്ച്. ഇവിടുത്തെ ഗാർലിക്ക് എന്ന് പറഞ്ഞാൽ പൊളിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജിഞ്ചറും ഗാർലിക്കും ഒക്കെ അങ്ങ് ഒരുപാട് ഹ്യൂജാണ്, വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടിപൊളിയാണ് പെട്ടെന്ന് കട്ട് ചെയ്തിടാനൊക്കെ. അപ്പോൾ അതിനുശേഷം എൻ്റെ ഈ പൊട്ടറ്റോ കറിയിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്ന പൊടികളെന്ന് പറയുന്നത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പെരുംജീരകപ്പൊടിയുമാണ്. ഇത്രയും പൊടികൾ മതി കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പെരുംജീരകപ്പൊടി, ഇത്രയും പൊടികൾ. പിന്നെ എന്താ ചെയ്തത്, അപ്പോൾ നന്നായിട്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറണം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കറിയിലേക്ക് ഞാനൊരു 5-6 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. എനിക്ക് പച്ചമുളകിൻ്റെ എരിവ് മാത്രം മതി ഈ കറിയിൽ. ഞാൻ ഇതെന്ന് പറയുന്നത് ഒരു ആവറേജ് സ്പൈസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഓവർ സ്പൈസ് വേണ്ട. നമുക്ക് കറിക്ക് നല്ല സ്പൈസ് വേണം, എന്നാൽ വിത്തൗട്ട് ചില്ലി പൗഡർ എന്നുള്ളവർ എന്ത് ചെയ്യുക, വറ്റൽമുളക്
പൊട്ടിച്ചിടാം, അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഇടാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ കേട്ടോ. നമ്മുടെ സ്പൈസ് ലെവലിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് ഇന്ന് ഗ്രീൻ ചില്ലിയുടെ സ്പൈസ് മാത്രം മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. ഒരു മധുരമുള്ള ഒരു കറിയായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു ആവശ്യത്തിന് എരിവുള്ള ഒരു കറിയായിരുന്നു. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്നത് വെള്ളയപ്പമാണ്. അപ്പോൾ അതാ വളരെ ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി വെള്ളയപ്പം ചുട്ട് മാറ്റുകയാണ്. അപ്പോൾ കറി അപ്പുറത്ത് പൊട്ടറ്റോ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുക്കിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം ലേറ്റായി. ബ്രോസ്റ്റൊക്കെ കഴിച്ചെങ്കിലും വിശപ്പായി കേട്ടോ, വിശപ്പ് വന്നായിരുന്നു. പിന്നെ ഇതാ വെള്ളയപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി വെള്ളയപ്പവും സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ അപ്പം എനിക്ക് കഴിക്കാനുള്ള അപ്പം ഞാൻ ചൂടുകയാണ്. ഇക്ക ഇപ്പോൾ ഷട്ടിൽ ബാറ്റ് കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇക്കയുടെ ഡിന്നർ എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പിന്നീടാണ്. അപ്പോൾ ഞാനിപ്പോൾ മക്കൾക്കും ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ അതാ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തു. അതിലേക്ക് നല്ല 2 പിടി തേങ്ങ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങ് മഷി പോലെ അരച്ചെടുത്തു. അപ്പോൾ അരച്ചെടുത്ത ആ പൊട്ടറ്റോ മിക്സ്, അരച്ചെടുത്ത ആ ഒരു കൊക്കനട്ട് മിക്സ് എന്ത് ചെയ്തു, നമ്മുടെ പൊട്ടറ്റോ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ. ഒരുപാടങ്ങ് തിളയ്ക്കണ്ട. ഒരുപാടങ്ങ് തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ രുചി അങ്ങ് മാറിപ്പോകും. ഒരുപാടിട്ട് തിളപ്പിക്കുന്നില്ല, ഒന്ന് കുറച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ചൂടൊക്കെ ആക്കി എടുത്തതിന് ശേഷം എന്ത് ചെയ്തു, ടേബിളിലേക്ക് സെർവ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെച്ചിട്ട് പുകഴ്ത്തി പറയുന്നതല്ല. ഇക്കായും രാത്രി വന്നിട്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു. അപ്പം വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറയണം, നല്ല ചൂടുണ്ട്. അപ്പോൾ നല്ല ഇളയ മോൾക്കും ഇഷ്ടപ്പെട്ടു. ഇളയ മോളും എന്താ പറയുക, ചെറുതായിട്ട് പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലൈറ്റായിട്ട് അവൾക്ക് കുറച്ച് അപ്പവും കുറച്ച് കറിയും കൂടെ ചേർത്ത് ചെറുതായിട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക, ചില്ലി പൗഡർ ഇട്ട് വെച്ച പൊട്ടറ്റോ കറി, അത് വേറെ ഒരു ടേസ്റ്റ്, ഇത് വേറെ ഒരു ടേസ്റ്റ്. പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് തരത്തിൽ വെക്കാമല്ലോ. ചില്ലി പൗഡർ ചേർത്തിട്ട് തേങ്ങ ഇട്ടിട്ട് വെക്കാം, ചില്ലി പൗഡർ ചേർത്തിട്ട് വിത്തൗട്ട് കൊക്കനട്ട്, പിന്നെ എന്താ പറയുക, ഇതുപോലെ മഞ്ഞ കളറിന് വിത്ത് കൊക്കനട്ട്, മഞ്ഞ കളറിന് വിത്തൗട്ട് കൊക്കനട്ട്, പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് വേറെ ലെവലിൽ. അങ്ങനെ പൊട്ടറ്റോ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലാക്കിയെടുക്കാം. പിന്നെ പൊട്ടറ്റോ ഒരുപാടെടുത്ത് കഴിക്കുന്ന ആളല്ല, പക്ഷേ ആ ഗ്രേവി ഇഷ്ടപ്പെട്ടു. ഗ്രേവി കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഗ്രേവിയിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ പൊട്ടറ്റോ കഴിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. പിന്നെ പൊട്ടറ്റോ കഴിക്കാത്ത ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ പൊട്ടറ്റോ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഒരു മുട്ട വല്ലതും ബോയിൽ ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രേവിയും കൂട്ടി മുട്ട പുഴുങ്ങിയതും പിച്ചിങ്ങ് കഴിച്ചോളും. അപ്പോൾ എനിക്കെന്താണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കെന്തോ പൊട്ടറ്റോ കറിയോടൊരു വല്ലാത്ത ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു റെഡ് കളറിൽ വെച്ച് കഴിച്ചു, ഇന്ന് യെല്ലോ കളറിൽ വെച്ച് കഴിച്ചു. ഇനി അടുത്ത ദിവസം എനിക്കൊരു എന്താ പറയുക, ഒരു ചിക്കൻ കുറുമ വെക്കണം. പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുണ്ടല്ലോ, ചിക്കൻ കുറുമ വെക്കണം എന്ന് എൻ്റെ ഒരു ലിസ്റ്റിലുണ്ട്. ധൃതിയില്ല. ഇപ്പം ഇത് ഒരു ചിക്കൻ കുറുമയുടെ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു കറി പോലെ എനിക്ക് തോന്നി. അതുപോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ബ്രോസ്റ്റ് വാങ്ങിച്ച ആ സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഒരു കുനാഫ വാങ്ങിച്ചായിരുന്നു. ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. വളരെ മോശം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ മോശമായിരുന്നു. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു തരം ക്രീമാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. വളരെ എക്സ്പെക്റ്റേഷനോടുകൂടി വാങ്ങിച്ചതാണ്, പാളിപ്പോയി. വളരെ കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം, ഒന്ന് അബ്സോർബ് ആയതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാൻ ഞാൻ ഒരു സ്പൂൺ എങ്ങാണ്ടോ കഴിച്ചു, സാറായും ഒരു സ്പൂൺ എങ്ങാണ്ടോ കഴിച്ചു. ബാക്കി ഞങ്ങൾ മാറ്റി വെച്ചു. അബദ്ധം പറ്റി. ഒരു പ്രാവശ്യമല്ലേ അബദ്ധം പറ്റത്തുള്ളൂ, അപ്പോൾ ഇനി വാങ്ങിക്കാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നലത്തെ എന്താ പറയുക, ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ഫുഡ് ഐറ്റംസൊക്കെ സക്സസ് ആവാറുണ്ട് വാങ്ങുന്നത്, ചിലത് കംപ്ലീറ്റ്ലി ഫ്ലോപ്പ് ആവാറുണ്ട്. അങ്ങനെ ഒരു ഫ്ലോപ്പായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് നമ്മുടെ ഈ ഒരു കുനാഫ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.